സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് 24 പറഞ്ഞു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനം കടുത്ത വേനലിൽ പല ജില്ലകളും ചുട്ടുപൊള്ളുന്നു. പാലക്കാട് ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കൊല്ലത്ത് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ, കോഴിക്കോട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്തിയേക്കും. കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. വേനൽ മഴയുടെ പശ്ചാത്തലത്തിൽ രാത്രികാല ചൂട് കുറയുമെന്നും എന്നാൽ അത്യുഷ്ണം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയേറെയെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് 24 പറഞ്ഞു. ചൂട് ഇനിയും വർദ്ധിക്കുമോ എന്ന ചോദ്യത്തിന് ആദ്യത്തെ മറുപടി, നമ്മൾക്ക് ഈ ദിവസം മുതൽ അങ്ങോട്ടുള്ള കുറച്ച് ദിവസം വേനൽ മഴയുടെ സാധ്യതയുണ്ട്. വേനൽ മഴ ചൂട്, രാത്രികാല ചൂട് കുറയ്ക്കുന്നതിന് സഹായകരമാകും. പക്ഷേ ഉഷ്ണം വർദ്ധിക്കും. അപ്പം നമ്മൾ മലയാളികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ചൂടിനേക്കാൾ ഉഷ്ണമാണ്. ഉഷ്ണം എന്ന സ്ഥിതിവിശേഷം കൂടി തന്നെ നിൽക്കും. മനുഷ്യനെന്ന നിലയിൽ സ്വയം പ്രതിരോധിക്കാവുന്ന ഒരു ഉഷ്ണ സ്ഥിതിയുണ്ട്. അതിനെ അധികരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഉദാഹരണത്തിന് ഇന്ന് കൊല്ലത്തും പാലക്കാടും 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് വർദ്ധിക്കാം എന്ന മുന്നറിയിപ്പുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴ ലഭിച്ചേക്കും. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. 24 തിരുവനന്തപുരം.